ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. CPM പ്രചരണം വാസ്തവവിരുദ്ധമാണെന്നും ബഡ്ജറ്റിലെ സാങ്കേതിക തകരാറുകൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണെന്നും തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി. CPM നടത്തുന്ന പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് പറഞ്ഞു. ഇന്നത്തെ തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണത്തിൽ CPM മെമ്പർമാർ ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയാണ് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്ന CPMന്റെ പുതിയ ഒരു മിഷനായിരുന്നു സോഫ്റ്റ്വെയർ K-സ്മാർട്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് പഞ്ചായത്തിന്റെ സേവനങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം വിഷമകരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ആ K-സ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ സ്ലോ, അതുപോലെ തന്നെ ഒരുപാട് വിഷമതകൾ നിറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഇന്നത്തെ ബഡ്ജറ്റിലെ CPMകാർ പ്രധാനമായും ഉന്നയിച്ചത് ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ ഭാഗത്ത് 00 എന്ന് വന്നിരുന്നതിനെ കുറിച്ചാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും K-സ്മാർട്ടിന്റെ ഭാഗമായിട്ട് 00 എന്ന് തന്നെയാണ് എക്സ്പെൻഡിച്ചർ ഭാഗത്തിൽ കാണിക്കുന്നത്. കാരണം DPC അംഗീകരിച്ച് വെറ്റിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ അത് റിവേഴ്സ്ഡ് ബഡ്ജറ്റിൽ മാത്രമേ അത് എക്സ്പെൻഡിച്ചറിന്റെ കോളത്തിൽ നമ്മൾ വകയിരുത്തിയ തുക കാണിക്കുകയുള്ളൂ. DPC അംഗീകരിച്ച് നമുക്ക് റിവേഴ്സ്ഡ് ബഡ്ജറ്റ് വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടും, കാരണം അടുത്ത ആഴ്ച തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതുകൊണ്ട് അതിനു മുന്നേ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം റിവേഴ്സ്ഡ് ബഡ്ജറ്റ്, പുതിയ K-സ്മാർട്ടിലൂടെ റിവേഴ്സ്ഡ് ബഡ്ജറ്റ് വരാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് എക്സ്പെൻഡിച്ചർ ഭാഗത്ത് 00 എന്ന് അടയാളപ്പെടുത്തിയത്. അത് അറിഞ്ഞിട്ടും, അത് അവരുടെ സോഫ്റ്റ്വെയർ ആണ്, അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് അവരിവിടെ പെർഫോം ചെയ്തത്. ബഡ്ജറ്റ് അവതരണത്തിനിടെ നടന്ന പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നാടകമാണ് CPM കളിക്കുന്നത്. K-സ്മാർട്ട് സോഫ്റ്റ്വെയറിലെ സാങ്കേതിക തകരാറുകൾ മൂലമാണ് ബഡ്ജറ്റ് രേഖയിൽ തുക കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയാതെ പോയത്. ഈ വിവരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ നേരത്തെ തന്നെ ജനപ്രതിനിധികളെ അറിയിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന CSC ഫണ്ട് ലഭ്യമാകാത്തത് കേരള സർക്കാർ കൃത്യമായ കണക്കുകൾ സമർപ്പിക്കാത്തതുകൊണ്ടാണ്. വസ്തുതാപരമായ കാര്യങ്ങൾ മറച്ചുവെച്ച വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഫണ്ട് ഈ വർഷം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിന്റെ മുഖ്യമായ കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് CAG റിപ്പോർട്ട് കേരളത്തിൽ നിന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ വർഷവും CFC ഫണ്ട് കേരളത്തിലേക്ക് കൊടുക്കുമ്പോൾ അതാത് വർഷത്തെ CAG റിപ്പോർട്ട് കേന്ദ്രം വാങ്ങിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരള ഗവൺമെന്റ് ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം CFC വകമാറ്റി ചെലവഴിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും കേന്ദ്രത്തിന് ഈ ഒരു ഫണ്ടിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ CAG റിപ്പോർട്ട് കേരളം കൊടുക്കാതിരിക്കുന്നത്. കേരളം എന്ന് CAG റിപ്പോർട്ട് കൊടുക്കുന്നോ അതേ ദിവസം തന്നെ കേന്ദ്രം CFC ഫണ്ട് പാസ്സാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി രചിതയും കരട് ബജറ്റിലെ വിവിധ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചു. ബജറ്റ് അവതരണത്തിൽ വിമർശനം വന്ന 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ആ വിമർശനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബജറ്റ് അവതരണത്തിൽ ലൈഫിന്റെ എമൗണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷീല ചേച്ചി വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ എമൗണ്ട് പറഞ്ഞിരുന്നു. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി വീണ്ടും അതൊന്ന് അവതരിപ്പിക്കുകയാണ്. PMAY-ക്ക് വേണ്ടി 31,50,000 രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി 8 കോടി രൂപയോളം നമ്മൾ അതിനുവേണ്ടി വകയിരുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 10 ലക്ഷം രൂപ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയും ബാക്കി വരുന്ന CFC ഫണ്ട് ഒരു 40 ലക്ഷത്തോളം വരുന്ന എമൗണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്ന എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉൽപാദന മേഖലയ്ക്ക് ഒന്നും തന്നെ ചെയ്തില്ല. അതേപോലെ തന്നെ നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ബജറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
അതിലും നമ്മൾ വളരെ വ്യക്തമായി തന്നെ നമ്മൾ പ്രൊജക്ടുകൾ വെച്ചതാണ്. അതിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഏകദേശം 1 കോടി രൂപയോളം നമ്മൾ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വയം തൊഴിൽ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി 37 ലക്ഷം രൂപയോളം നമ്മൾ അതിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു യുവജനതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിന് നമ്മൾ ഇതുപോലെ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രതിസന്ധി എവിടെയാണോ നേരിടുന്നത് ആ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഏകദേശം 18 ലക്ഷത്തോളം രൂപ നമ്മൾ കുടിവെള്ള പദ്ധതിയിൽ നമ്മൾ വയ്ക്കുകയും ഒപ്പം ഇനി CFC ഫണ്ട് നമുക്ക് വരാനുണ്ട്. ആ CFC ഫണ്ടും നമ്മൾ CFC ഫണ്ടായിട്ടുള്ള ഒരു 35 ലക്ഷത്തോളം രൂപ അതിലേക്ക് വേണ്ടി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ വകയിരുത്തി മാറ്റിയിട്ടുണ്ട്. CCB ന്യൂസ് തിരുവല്ലുവമല.